Hello friends, welcome to this new session on Fundamentals of Investment. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ആൻഡ് വി ലിസ്റ്റഡ് ഔട്ട് ദി ടൈപ്സ് ഓഫ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡിബെഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ GSEC എന്ന് വിളിക്കും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റെപ്പോസ്, ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് ആൻഡ് ബോൺസ് ആണ് മേജർലി ലിസ്റ്റഡ് ഔട്ട് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്. ആൻഡ് ഇഫ് യു റിമെമ്പർ, ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻകം ഇസ് ഫിക്സ്ഡ് ഇൻ നേച്ചർ ഓയിങ് ടു ദാറ്റ് ആ പറഞ്ഞിട്ടുള്ള ഇൻകം ഇസ് സ്റ്റേറ്റഡ് ഇൻ ദി എഗ്രിമെൻറ്റ്. ആ നിങ്ങൾ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഡിബെഞ്ചറിൻ്റെ ബേസിസുള്ള എഗ്രിമെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോണ്ട് ആയിക്കോട്ടെ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, ദിസ് ഇസ് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലോ കുറവായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. സോ വിൽ ഡിസ്കസ് ദി ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി, ദാറ്റ് ഈസ് ഡിബെഞ്ചർ. നൗ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് എ ക്ലെയിം അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഒരു ആക്സെപ്റ്റൻസ് ആണ് ഫ്രം ദി പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ സൈഡിൽ നിന്നൊരു ആക്സെപ്റ്റൻസ് ആണ്, സെയിങ് ദാറ്റ് ഐ ഓ ദിസ് പേഴ്സൺ ആൻ എമൗണ്ട് ഓഫ് സോ ആൻഡ് സോ. ഇത്രയും കടം നമ്മൾ പറയില്ലേ, ഇത്രയും എമൗണ്ട് ഓഫ് കടം ഞാൻ ഇന്നൊരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഡിബെഞ്ചേഴ്സ് തന്നെ പല ടൈപ്സ് ഉണ്ട് വിച്ച് യു ഷുഡ് ബി അവെയർ ഓഫ്. ദ ഫസ്റ്റ് വൺ ഇസ് സെക്യൂർഡ് ആൻഡ് മോർട്ട്ഗേജ്ഡ്. ഓക്കെ, സെക്യൂർഡ് ആൻഡ് മോർട്ട്ഗേജ്ഡ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ വെരി സെക്യൂർഡ് ഫോം ഓഫ് ഡിബെഞ്ചർ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു അസറ്റ്, കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചറിന് വേണ്ടിയിട്ട് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ആസ് ഇൻ ഇഫ് അറ്റ് ഓൾ ഇൻ സംതിങ് ഹാപ്പൻസ് ടു ദ കമ്പനി, ഈ അസറ്റ് വിൽക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് സെക്യൂർഡ്. ഓക്കെ, സോ ഈവൻ ഇഫ് കമ്പനി ഡസൻറ്റ് ഹാവ് മണി ഇൻ ദ ബാങ്ക്, ദിസ് അസറ്റ് ഈസ് മെൻറ്റ് ഫോർ, അല്ലെങ്കിൽ ദിസ് പെർട്ടിക്കുലർ അസറ്റ് ഈസ് മെൻറ്റ് ഫോർ സെറ്റിംഗ് അല്ലെങ്കിൽ സെറ്റിലിംഗ് ദിസ് പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഡിബെഞ്ചർ. The next one is unsecured, naked or simple debenture. Now ഈ ഒരു ഡിബെഞ്ചറിന് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു അസറ്റ് ബാക്കിംഗ് ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ, ദർ ഇസ് നോ അസറ്റ് ബാക്കിംഗ് ഫോർ ദിസ് ആൻഡ് ഒരു സെക്യൂരിറ്റിയും ഇല്ല ഇതിന്. ഡിബെഞ്ചറിന് ആസച്ച് ഒരു പ്രത്യേക സെക്യൂരിറ്റി ഇല്ല. കമ്പനിക്ക് എത്രയോ പൈസയുണ്ട്, ആ പൈസ നിങ്ങൾക്ക് ഹോപ്പ് യു റിമെമ്പർ, ഈ പറഞ്ഞിട്ടുള്ള കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഡെറ്റ് എമൗണ്ട് ആണ് കൊടുക്കാനുള്ള കടങ്ങളാണ് കൊടുത്തു തീർക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ മോർ ഓർ ലെസ് ജനറലി ഈ പറഞ്ഞിട്ടുള്ള കടക്കാർക്കൊക്കെ സേഫ് ആണ്. ബട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചർ ഹോൾഡർ എടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ സെക്യൂർഡ് ആൻഡ് മോർട്ട്ഗേജ്ഡ്, ദേ ആർ കംപ്ലീറ്റ്ലി സേഫ്. ഓക്കെ, കാരണം ആ അസറ്റ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അൺസെക്യൂർഡ് അല്ലെങ്കിൽ നേക്കഡ് ഓർ സിമ്പിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ദർ ഇസ് നോ സെക്യൂരിറ്റി ബാക്കിംഗ്. നെക്സ്റ്റ് ഇസ് കൺവേർട്ടബിൾ ഡിബെഞ്ചർ. കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ക്ലോസ് ഉള്ള ഡിബെഞ്ചർ ആണ്, വെൻ ദ പേഴ്സൺ ഹാസ് ദി ഓപ്ഷൻ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഈക്വിറ്റി ഷെയർ. ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഡിബെഞ്ചറിനെ നമുക്ക് ഈക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ. നോൺ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ എക്സാക്ട് ഓപ്പോസിറ്റ്, ദർ ഇസ് നോ ഓപ്ഷൻ ടു കൺവേർട്ട് ഇറ്റ്. ഓക്കെ, then you have something known as a redeemable debenture. Okay, redeemable debenture എന്ന് പറയുമ്പോൾ it has a maturity period. ഇന്നൊരു വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 30 years കഴിഞ്ഞിട്ട് you will get back the principal amount. ആ amount തിരിച്ച് redeem ചെയ്ത് കിട്ടും. Then the next one is irredeemable. ഇത് ലൈഫ് ലോങ് ആണ്. ഓക്കെ, കമ്പനി എപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നോ അപ്പോഴായിരിക്കും ആ പ്രിൻസിപ്പൽ amount നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. Then the next one is registered. Now registered debentures എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ബുക്ക് ഉണ്ടാവും, ദർ ഇസ് എ രജിസ്റ്റർ. ആ രജിസ്ട്രിയിൽ ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്ട്രിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചർ ഹോൾഡറിൻ്റെ പേര്, അഡ്രസ്സ്, എല്ലാ വക ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദ തിങ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഇസ് ദാറ്റ് നിങ്ങൾ ഈ ഡിബെഞ്ചർ സെൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രാൻസ്ഫർ ഡീഡ് വെച്ചിട്ടേ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്ഫർ ഡീറ്റ് യൂസ് ചെയ്തിട്ട് അത് ആ ട്രാൻസ്ഫർ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? കാരണം കമ്പനിയുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചറിൻ്റെ ഓണർ ഇന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്നൊരാൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് ദി അതർ വൺ, അൺരജിസ്റ്റേർഡ് അല്ലെങ്കിൽ ബെയറർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദോസ് ഹു ഹോൾഡ് ദ ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ് ദേ ഗെറ്റ് ദി ഇൻട്രസ്റ്റ്. അത് ആരായാലും ഇറ്റ്സ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. The next one you have to be aware of is callable and puttable debenture. Now, ഈ callable debenture എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a debenture
വിച്ച് ഗിവ്സ് ദി ഇഷ്യൂവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷൻ, അതായത് ആ കമ്പനിക്കാണ് ഓപ്ഷൻ കൊടുക്കുന്നത് ഈ ഡിബഞ്ചർ ആർക്കാണ് കൊടുത്തത് ആളുടെ കയ്യിൽ നിന്ന് റീപർച്ചേസ് ചെയ്തിട്ട് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയില്ലേ, ആ ഓപ്ഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇഷ്യൂവറിനാണ്. ദാറ്റ് ഇസ് കോളബിൾ. ഓക്കെ, അതായത് കമ്പനി, ദർ ഇസ് എ കമ്പനി ആൻഡ് ദി ഇൻവെസ്റ്റർ. കമ്പനിക്കാണ് ഓപ്ഷൻ എന്തിന്, ഈ കൊടുത്തിരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് അമൗണ്ട് വാങ്ങിയിട്ട് ഈ ഡിബഞ്ചറാണ് അവർക്ക് കൊടുക്കുന്നത്, സെക്യൂരിറ്റിയാണ്, ഒരു പ്രൂഫാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ആ ഓപ്ഷൻ തിരിച്ച് വാങ്ങുന്നത് ഒരു പെർട്ടിക്കുലർ റേറ്റ്, മുമ്പേ ഡിസൈഡ് ചെയ്തിട്ടുള്ള റേറ്റിൽ, ഫിക്സ്ഡ് റേറ്റിൽ ഇത് വാങ്ങാനുള്ള ഓപ്ഷൻ, അത് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട, ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇഷ്യൂ ചെയ്ത ഓർഗനൈസേഷൻ, അതായത് കമ്പനിക്കാണ്. ദാറ്റ് ഈസ് എ കോളബിൾ ഡിബെഞ്ചർ. ദെൻ വി ഹാവ് സംതിങ് നോൺ ആസ് എ പുട്ടബിൾ ഡിബെഞ്ചർ. ഈ പുട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഹോൾഡർ അല്ല, അതായത് ഈ നേരത്തെ പറഞ്ഞ കേസുകളിൽ രണ്ടാൾക്കാരുണ്ട്, കമ്പനി ഉണ്ട്, ഇൻവെസ്റ്റർ ഉണ്ട്. കമ്പനി റിക്വയർസ് ദ മണി, ഇൻവെസ്റ്റർ ഹാവ് മണി, റൈറ്റ്. അപ്പോൾ ഇൻവെസ്റ്റർ പൈസ കൊടുത്തിട്ട് ഈ കമ്പനി അവർക്ക് ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡിബെഞ്ചർ ആണ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ ആണ്. പുട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഹോൾഡറിന് ആ ഓപ്ഷൻ ഉണ്ട്, ഈ ഡിബെഞ്ചർ മുൻപേ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീ സ്റ്റേറ്റഡ് പ്രൈസ് ഉണ്ട്, ആ പ്രീ സ്റ്റേറ്റഡ് പ്രൈസിന് തിരിച്ച് റെഡീം ചെയ്യാൻ ഉള്ള ഓപ്ഷൻ അത് ഡിബെഞ്ചർ ഹോൾഡറിനാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, കോളബിൾ എന്ന് പറയുന്നത് കമ്പനിക്കാണ് ഓപ്ഷൻ. ഓക്കെ, ആ റിഡീം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കമ്പനിക്കാണ്, അല്ലെ റീപർച്ചേസ് ചെയ്യണോ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് റീപർച്ചേസ് ചെയ്യാണ്, ഇൻവെസ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് റിഡീം ചെയ്യാണ്. ഓക്കെ, സോ കോളബിൾ ഇസ് ഫ്രം ദ പോയിന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഗോസ് ഫോർ ദി കമ്പനി. പുട്ടബിൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്ററിനാണ് ഓപ്ഷൻ. ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ബേസിക്കലി ഈ സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, അതൊരു ഡിബെഞ്ചറാണ് വിച്ച് ഇസ് ഇഷ്യൂഡ് അലോങ് വിത്ത് എ വാറണ്ട്. ഒരു വാറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, അതൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കമ്പനി ഇഷ്യൂ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ ഡോക്യുമെൻ്റ് ഹോൾഡ് ചെയ്യുന്നത്, ഇന്ന ആൾക്ക് ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ആവുമ്പോൾ ആൾക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിന് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവകാശം. ഓക്കെ, ആ ഒരു ഇതിനെയാണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, so these are the different kinds of debentures. Now we'll also look at something okay, so these are the various kinds of debentures that we've discussed. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ GSEC എന്ന് പറയുന്നതാണ്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നെ അത് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഗവൺമെൻറ് സെക്യൂരിറ്റി ഈസ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ് പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, പകരം അവർക്ക് സെക്യൂരിറ്റീസ് കൊടുക്കുന്നു. നൗ it is also known as gilt-edge securities because it is one of the safest investments. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ ബീറ്റ അല്ലെങ്കിൽ ക്യാപ്പം ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് റിസ്ക് ഫ്രീ അസറ്റുകൾ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞില്ലേ, ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫർ ചെയ്യുന്ന റിസ്ക് റേറ്റ് ഓഫ് റിട്ടേൺസ് ആണ് ബേസിക്കലി നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേമിൽ വിളിക്കുന്നതാണ് ട്രഷറി ബിൽസ്, ദാറ്റ് വിൽ കവർ ലേറ്റർ. ലോങ് ടേമിൽ ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് ബോണ്ടുകളും ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് അതിനെ വിളിക്കുക. ഓക്കെ, നൗ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ GSEC സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇഷ്യൂ ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ്റിനും ഇഷ്യൂ ചെയ്യാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡേറ്റഡ് സെക്യൂരിറ്റീസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം, പക്ഷേ വിത്ത് ദി കൺസെൻറ്റ്, ഒരു ലിമിറ്റ് ഉണ്ട്, ആ കൺസെൻറ്റ് ലിമിറ്റ് RBI പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവർക്ക് ഓരോ വർഷവും വേണമെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പൈസ റേസ് ചെയ്യാം. ആൻഡ് സാധാരണഗതിയിൽ ഇത് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നതിൻ്റെ റീസൺ ഗവൺമെൻറ്റിന് അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗിൽറ്റ്-എഡ്ജ് സെക്യൂരിറ്റീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ താങ്ക് യു.